അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ജർമ്മനിയിലോട്ട് പഠിക്കാൻ വരുന്ന നേഴ്സിംഗ് പഠിക്കാൻ വരുന്ന പിള്ളേർ അല്ലെങ്കിൽ ജോലിക്ക് വരുന്ന പിള്ളേർ B2 ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ ലാംഗ്വേജ് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വരാൻ നോക്കുക. ഇവിടെ ഒത്തിരി പേർക്ക് പണി കിട്ടുന്നുണ്ട്. ഈ ലാംഗ്വേജ് സ്ലാങ് ഇല്ലാത്തത് കാരണം ഇവിടെ പറയുന്ന ജർമ്മൻകാർ പറയുന്ന ലാംഗ്വേജ് മനസ്സിലാകാത്തതുകൊണ്ട് ഈ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചു പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ നമ്മൾ ഏജൻസിക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് നേഴ്സിങ്ങിനും അല്ലെങ്കിൽ ജോലിക്കൊക്കെ വരുന്നത്. അല്ലാതെ ചുമ്മാ ആരും ഇവിടെ ജോലിക്ക് എടുക്കുന്നില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റുമായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്താലും നമ്മുടെ ലാംഗ്വേജ് പക്ക അല്ലെങ്കിൽ ഇവിടെ 2-3 മാസം അവർ ട്രെയിനിങ് തരും നോക്കും. ഒരു രക്ഷയില്ലെങ്കിൽ അവർ പറഞ്ഞു വിടും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലത്തെ ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ സാധാരണ അവിടെ ജർമ്മൻ പഠിച്ചവരും A2 B2 വരെ പഠിച്ചിട്ട് പിന്നെ അവിടെ തന്നെ നിന്ന് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മാറ്റിയിട്ട് നമ്മൾ പക്ക ജെനുവിനായിട്ടുള്ള ജർമ്മൻകാർ നേരിട്ടെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ നോക്കുക. അല്ലാത്ത പഠിക്കുന്നിടത്ത് കയറി വരുന്നില്ലെന്നല്ല, കയറി വന്നാലും ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ ലാംഗ്വേജ് ഒന്ന് പഠിച്ച് പിന്നെ ഇവരുടെ സ്ലാങ്ങുമായിട്ടൊന്ന് ഒത്തുപോയില്ലെങ്കിൽ അവർ നമ്മളെ പറഞ്ഞു വിടും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഇങ്ങനെ തട്ടിപ്പ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് കാര്യമായിട്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലാംഗ്വേജ് ശരിയാകാത്തത്. ഒരു B1 ലെവലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം B2 ലെവലിൻ്റെ എക്സാമിന് അവർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് തലേദിവസം അങ്ങനെ ഒരാഴ്ചയ്ക്ക് മുന്നേയൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ മനസ്സിലാക്കുക, ആ B2 നമുക്ക് ജയിക്കാൻ പറ്റും. തോക്കുന്നവരുമുണ്ട്. ആ B2 ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് എഴുതി കഴിഞ്ഞാലത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന ആ ഭാഗം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ബാക്കി B2 കുറിച്ച് B2 ലെവൽ ലാംഗ്വേജ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതാണ് ഇതിനകത്ത് പ്രശ്നം. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ B2 ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ജർമ്മൻ ചാനലുകളൊക്കെ വെച്ച് കണ്ട് നല്ലപോലെ ഈ പഠിക്കുന്ന ഇടയ്ക്ക് തന്നെ ജർമ്മൻ ചാനലൊക്കെ വെച്ച് കണ്ട് അവരുടെ സ്ലാങ്, ജർമ്മൻ ആൾക്കാരുടെ സ്ലാങ് കറക്റ്റ് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ B2 ലെവൽ പഠിച്ചിട്ട് അവിടെ പിന്നെ കോളേജിൽ എത്ര നാൾ പഠിപ്പിച്ചിട്ട് അങ്ങനെ വരുന്നവരുമുണ്ട്. വർഷങ്ങൾ അവിടെ പഠിപ്പിച്ചിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ജോലിക്കും പഠിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് പോലും 5-8 മാസത്തേന് ഒരക്ഷരം വെളിയിൽ പോയി മിണ്ടാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷനാണ്. എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് സ്ലാങ് അറിയത്തില്ല. അവർ പഠിപ്പിക്കും, അവർക്ക് ഗ്രാമർ അറിയാം, കാര്യങ്ങളറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇവരുമായിട്ടുള്ള സ്ലാങ്, ഈ സംസാരിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് അവർ പെട്ടെന്ന് പറയുമ്പോഴത്തേനും ജർമ്മൻകാർ പെട്ടെന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. എന്നിട്ടും പിടിച്ചു നിന്ന ആൾക്കാരുണ്ട്. കുത്തിയിരുന്ന് ജർമ്മൻ ചാനലും അങ്ങനെ ജർമ്മൻ ന്യൂസുകളൊക്കെ കണ്ട് അവരുടെ സ്ലാങ് പഠിച്ചിട്ട് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവരും നമ്മളെ ജോലി കയറി എക്സ്പീരിയൻസ് ആയവരും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പിള്ളേരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് B2 കഴിഞ്ഞിട്ടല്ല വരുന്നത്. ഇവിടെ വന്ന് കയറുന്നു, ഇവിടെ വന്ന് കയറി ഹൗസ് ബിൽഡിങ് ചെയ്യുന്നു. അവർക്ക് ആ മാസം തൊട്ട് സ്റ്റൈഫിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ച് നടക്കുന്നു. സ്ലാങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 3-4 മാസം കഴിയുമ്പോഴത്തേനും പഠിത്തത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ കോളേജിൽ നിന്ന് അത് ആ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. അതെടുത്തുകൊണ്ട് വരാൻ പറയുന്നു, ഇതെടുത്തുകൊണ്ട് വരാൻ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും കോളേജുകാരും ഹോസ്പിറ്റലുകാരും ഇവരെ കൈവിടും. പിന്നെ ഇവിടെ നമ്മളിവിടെ വന്ന് നമുക്കിവിടെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന കേസേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി സ്ഥലമായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പക്ക ഈ B2 ലെവൽ പഠിക്കുന്നവരും അല്ലെങ്കിൽ ആ ലാംഗ്വേജ് പഠിക്കുന്നവരും കറക്റ്റായിട്ടുള്ള സ്ലാങ് പഠിച്ച് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് മെയിൻ കേസ്. ഇവിടെ വന്ന് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെടേണ്ടി വരും. സ്ലാങ് ഒന്നും ശരിയായില്ല. ഇവിടെ ആൾക്കാർ പറയുന്ന ഭാഷ മനസ്സിലായില്ലെങ്കിൽ അവർ പറഞ്ഞു വിടും. ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് നേഴ്സിംഗ് പഠിക്കാനും ജോലിക്കൊക്കെ ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് ആ പൈസ കളയാൻ നോക്കരുത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലാംഗ്വേജ് വ്യക്തമായിട്ട് പഠിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് വേറെ വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും ഒപ്പിക്കാതെ, വ്യാജ സർട്ടിഫിക്കറ്റ് ഇഷ്ടം പോലെ കിട്ടും, പക്ഷേ ഇവിടെ വരാനും പറ്റും. ഏജൻസിക്ക് അറിയത്തില്ല ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതൊന്നും നോക്കത്തുമില്ല. ലാംഗ്വേജ് ഉണ്ടല്ലാന്നോർത്ത് ഏജൻസിക്കാർ കയറ്റിവിട്ട് ഏജൻസിക്കാർ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏജൻസിക്കാർ നമ്മളെ കൈയൊഴിയും. പിന്നെ നമ്മളായി നമ്മുടെ പാടായി. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും ഇല്ലെങ്കിൽ ഏജൻസിനകത്തൊന്നും ബന്ധപ്പെടുത്തില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് സെറ്റപ്പായിട്ട് വരാൻ നോക്കുക. ഓക്കെ.